അല്ല ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിനാണ്. ഇപ്പം ഒരുപാട് വർഷം ദുബായിലേക്ക് ജോലി ചെയ്ത് IT മേഖലയിലേക്ക് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ റഷ്യയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുള്ളിയെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിയുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും എന്താണെന്നുള്ളത്. പുള്ളി ഇപ്പം കറൻ്റ് എന്താണ് ജോബ് ചെയ്യുന്നത്, പുള്ളിക്ക് എത്ര സാലറി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പുള്ളി ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുള്ളിയുടെ പേര് ദിലീപ് എന്നാണ്. പുള്ളി നാട്ടിൽ ആലപ്പുഴയാണ് ഡിസ്ട്രിക്റ്റ് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പം 3 വർഷത്തെ വർക്ക് പെർമിറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പം ഒരുപാട് പല രാജ്യത്തേക്കും കൊടുത്തിട്ട് ഡീപ്പോർട്ടേഷനൊക്കെ വന്നു. അപ്പോൾ കറൻ്റ്ലി ആണ് പുള്ളി എൻ്റെ യൂട്യൂബ്സ് വീഡിയോസൊക്കെ കാണാറുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ പുള്ളി വീഡിയോസ് കണ്ട് കോൺടാക്ട് ചെയ്താണ്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് റഷ്യയിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി അതേപോലെ തന്നെ ഫോളോ ചെയ്തു. അങ്ങനെ ഇപ്പം ഒരു കുഴപ്പമില്ലാതെ പുള്ളി റഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോൾ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ റെഡിയായി. പുള്ളി അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഒരു നല്ല ജോലിയിലൊക്കെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പുള്ളിയെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ദിലീപ് നിങ്ങൾ പറഞ്ഞോളൂ. ഹായ് ഗൈസ്, ഞാൻ ദിലീപ്. ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ മീൻ യൂറോപ്യൻ കൺട്രി പോലുള്ള രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും പോകണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ റിജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നമ്മുടെ ഇജാസിനെ പരിചയപ്പെടുകയുണ്ടായി. അങ്ങനെ ഇജാസിനോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇജാസ് ഒരു കാരണവശാലും ടെൻഷനാവേണ്ട കാര്യമില്ല, നമുക്ക് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങളെ വളരെ സേഫായിട്ട് ഞാനിവിടെ എത്തിച്ചു തരാം എന്നെനിക്ക് ഉറപ്പ് നൽകുകയും അങ്ങനെ ഇജാസുമായി ചേർന്ന് ഞാൻ റഷ്യയിലേക്ക് വരാനുള്ള ഒരു കാര്യങ്ങൾ റെഡിയാക്കുകയും ചെയ്തു. ഈ റഷ്യയിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പലരും പല രീതിയിലും അവരുടെ ഒരു യാതൊരുവിധ കൺസൾട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ റഷ്യയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡീപ്പോർട്ടേഷൻ ഉണ്ടാകുന്നു. ലക്ഷങ്ങൾ അവർക്ക് നഷ്ടമായിട്ടാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. കാര്യം ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെ ഇവർ നമ്മുടെ റഷ്യയിലേക്ക് എൻട്രി ചെയ്യിക്കില്ല, തിരിച്ച് ഡിപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവുമില്ലാതെ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇജാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട്, ഇജാസ് എൻ്റെ ഒരു സുഹൃത്താണ്, ഇജാസുമായിട്ടുള്ള വ്യക്തിയായിട്ട് ഞാൻ കാര്യങ്ങൾ കൂടുതൽ കൺസൾട്ട് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു, കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. അതിൻ്റെ ഒരു ബേസിലാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ഇജാസ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് റഷ്യയിൽ എത്തിപ്പെടാനും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഇടപഴകാനും ഒക്കെ എനിക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇജാസ് ഒരുക്കി തന്നു. ഇപ്പോൾ ഞാൻ നല്ലൊരു കമ്പനിയിൽ അത്യാവശ്യം നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, നല്ലൊരു പാക്കേജിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല, മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ദൈവം ഇജാസ് വഴി എനിക്ക് ഒരുക്കി തന്നു. ഇത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും കുറേ കൂടി ബോധവാന്മാരാകും എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഇവിടുത്തെ റഷ്യൻ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിലും, വിസയെക്കുറിച്ച് അറിയണമെങ്കിലും, ജോലിയെക്കുറിച്ച് അറിയണമെങ്കിലും, പാക്കേജിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്തിനും ഇജാസിനെ നിങ്ങൾക്ക് സമീപിക്കാം. അദ്ദേഹം ഒരു നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു വ്യക്തിയാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും പുള്ളിയോട് ഡിസ്കസ് ചെയ്യാം, എന്ത് സഹായങ്ങൾ വേണേലും പുള്ളി ചെയ്തു തരും. ഇതൊക്കെ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളൊരു അന്യ രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് ഭാഷ അറിയില്ല, നമുക്ക് ആൾക്കാരെ അറിയില്ല, ചിലപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവില്ല. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വ്യക്തി ഇജാസ് പുള്ളി ഉണ്ടാവും. ഇത് സംഭവം പുള്ളി കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരുപാട് റിജക്ഷൻ വന്നിട്ടുള്ള ഒരാളാണ്. പുള്ളി ഒരുപാട് പേര് ഏജൻസിയിലൊക്കെ പൈസ കൊടുത്ത് ഒരുപാട് പറ്റിക്കപ്പെട്ട്, കാരണം അങ്ങനെ പല പ്രോബ്ലംസിനും പുള്ളി പോയി പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റീസെൻ്റ്ലി ആണ് പുള്ളി എൻ്റെ ഒരു വീഡിയോ കാണുന്നതും പുള്ളി എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഫസ്റ്റ് എന്നെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ സമയത്ത് പുള്ളിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും കാരണം ട്രസ്റ്റബിൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ 2 ഡിഫറൻസ് രാജ്യങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന് പുള്ളി ഇന്ത്യയിലാണ്, ഞാൻ റഷ്യയിലാണ്. ഞാൻ റഷ്യൻ സിറ്റിസനാണ്, റഷ്യൻ പാസ്പോർട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ 2 രാജ്യങ്ങളിൽ നിൽക്കുന്ന കാരണം അതുപോലെ തന്നെ പുള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ എന്നെ വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ എന്നെ വിശ്വസിക്കേണ്ട, കാരണം എന്തായാലും നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്ത് പോകുന്ന ഒരാൾ ഇപ്പം ഞാനൊരു റഷ്യനാണ്, അപ്പോൾ അതുപോലെ തന്നെ പുള്ളി ഇന്ത്യക്കാരനാണ്, അപ്പം നമ്മൾ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഫേസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരാം, നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക, വിസ ചെയ്യുക. നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ചെയ്തുതരാം എല്ലാ കാര്യങ്ങളും. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഒരിക്കലും ഒരു അറിയാത്ത ഒരാൾക്ക് വലിയൊരു എമൗണ്ട് ഒന്നും കൊടുത്ത് ചെയ്യത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ഒരു ഗൈഡ് എന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറില്ല. നമ്മളൊരു വിസൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യം, ഞാൻ റഷ്യയിൽ ഒരു 8 വർഷത്തോളം ഇപ്പോൾ റഷ്യയിൽ ഓൾറെഡി 8 വർഷത്തിൻ്റെ അടുത്ത് ഞാനിപ്പോൾ റഷ്യൻ പാസ്പോർട്ട് ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എയർപോർട്ടിൽ വന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മകനെ ഡീപ്പോർട്ടൻ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് പേര് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുറച്ച് പഞ്ചാബികളെയും അങ്ങനെ ഒരു 120 ആൾക്കാരെ ഒറ്റയടിക്ക് ഡീപ്പോർട്ടേഷൻ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുപോലെ ഒരു മലയാളി അതിലുണ്ടായിരുന്നു, പുള്ളിയും ഡീപ്പോർട്ടേഷൻ ചെയ്തു. അപ്പോൾ ഒരു പ്രോപ്പർ വിസ അറിയാത്ത, ഒരു ഡയറക്ഷനെ വിസ ഇതിനെക്കുറിച്ച് അറിയാതെ, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ, ഒരു ബേസിക് ആയിട്ട് അറിയാത്ത ഏജൻസികളായിട്ട് നിങ്ങൾ പോയി പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രം നിങ്ങൾ വിസിങ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു അവയർനെസ് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ ഒരുപാട് എമൗണ്ട് മുടക്കി വന്നിട്ട് ഡിപ്പോർട്ടേഷൻ, പുള്ളിയുടെ കൂടെ തന്നെ വന്ന ഒരു 10 പേര് അതിനടുത്ത് ഡിപ്പോർട്ടേഷൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് നമ്മളൊരു വിസൻ്റെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പുള്ളി ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ലീഗലായിട്ട് പുള്ളിയെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അനുവദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ മാത്രം വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുക. കാരണം മറ്റു കാര്യങ്ങൾ പോയി നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ഒരുപാട് തട്ടിപ്പ് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, തട്ടിപ്പിൽ പോയി പെടാതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾ ആളുകളുടെ മുമ്പിൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കാറുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യൻ്റെ ജോബിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് പല ജോബുകളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോബിലും റിസ്ട്രിക്ഷൻ ഉണ്ട് റഷ്യയിൽ. പിന്നെ ഏജ് ലിമിറ്റേഷൻ ഉണ്ട്. അഗ്രിച്ചിനി എന്ന് പറയും റഷ്യയിൽ. ഏജ് ലിമിറ്റേഷൻ വളരെ ഇപ്പം 35 വയസ്സിലുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ കമ്പനി ഡയറക്റ്റായിട്ട് റഷ്യയിലേക്ക് കിട്ടുന്നത്. പല 35 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്കൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ് കിട്ടാനുള്ളത്. പക്ഷേ പുള്ളിക്ക് അത്യാവശ്യം ഒരു 35-ൻ്റെ മുകളിൽ ഏജുള്ള ആളാണ് പുള്ളി, ദിലീപ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡയറക്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ പുള്ളിക്ക് ഓപ്പൺ ആയിട്ടുള്ള വിസയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് നമ്മൾ ആ ഒരു ഇമിഗ്രേഷൻ ആയിട്ടുള്ള ഒരു ഇത്രയും വിസയും കാര്യങ്ങൾ ചെയ്തത് ആ ഒരു പിടിപാട് കാരണമാണ് പുള്ളിക്ക് റിജക്ഷനോ കാര്യങ്ങളൊന്നും വരാതെ പുള്ളിക്ക് ചെയ്യാൻ പറ്റി. 3 വർഷത്തേക്കുള്ള വിസയിലാണ് പുള്ളി വന്നിട്ടുള്ളത്. റെസിഡൻസ് വിസയാണെന്ന് പറയാം. കാരണം 3 വർഷം ഒരു താൽക്കാലികമായിട്ട് ഒരാൾക്ക് റഷ്യയിൽ വരണമെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒരു വിസയാണ് വ്രേമഞ്ഞ പ്രജ്വാനിയ എന്ന് പറയാം. കാരണം വെച്ചാൽ എറോപ്യ എന്നൊക്കെ പറയും. അപ്പോൾ അത് എറോപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിഡൻസ് വിസയാണ്. ആ റെസിഡൻസ് വിസയ്ക്ക് തുല്യമായിട്ടുള്ള വിസയിലാണ് പുള്ളി വന്നിട്ടുള്ളത്. 3 വർഷം പുള്ളിക്ക് കണ്ടിന്യൂ ആയിട്ട് റഷ്യയിൽ നിൽക്കാനുള്ള, ലീഗലായിട്ട് നിൽക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ദിലീപ് തന്നെ പറയും അവരുടെ ജോബിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സാലറി ഡീറ്റെയിലും കാര്യങ്ങളും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇവിടെ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എത്തിപ്പെടുക എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു വലിയ ടാസ്ക്കായിട്ട് നിൽക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷനും ബാക്കി നമ്മുടെ ഒരു കഴിവ് ഇതൊക്കെ അനുസരിച്ചാണ് നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇജാസിൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് എനിക്കൊരു ജോലി ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കമ്പനിയാണ്. നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്യാവശ്യം താമസ സൗകര്യമൊക്കെ നല്ല രീതിയിലുള്ളൊരു താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ഇജാസ് എനിക്ക് ഇവിടെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. സന്തോഷമായി പോകാൻ കഴിയുന്നു. അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെല്ലാവരും ഗുഡ് ബൈ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.